പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ തുരത്തുകയാണ് ഇപ്പോഴും. ആന റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. രണ്ടാം ട്രാക്ക് കൂടി കടത്തിവിട്ടാലേ ആന ഉൾവനത്തിലേക്ക് പോകൂ എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. പ്രദേശത്ത് RRT സംഘം അതിൻ്റെ ദൗത്യം തുടരുകയാണ്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ടു നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇത് ആദ്യത്തെ ട്രാക്ക് കടന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും അല്ലേ? രണ്ടാം ട്രാക്ക് കടന്ന് വനത്തിലേക്ക് ഉൾക്കാട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു പ്രവണത ആ കാട്ടാനയ്ക്കില്ലേ? തീർച്ചയായും ഇല്ല എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്കത് നൽകാനാകും. ആന ട്രാക്ക് മുറിച്ച് കടന്നുപോയി. അതിനുശേഷം രണ്ടാം ട്രാക്കിന്റെ പരിസരത്തെത്തി വീണ്ടും കാട്ടാന തിരികെ ജനവാസ മേഖല ഉൾപ്പെടുന്ന മേഖലയിലേക്ക് തന്നെ തിരിച്ച് വരുന്ന ദൃശ്യങ്ങളാണ് ക്യാമറമാൻ രാജീവ് സുദേവ് അല്പസമയം മുൻപ് വീണ്ടും പകർത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാനാകും. അതായത് ഒന്നാം ട്രാക്ക് മുറിച്ച് കടക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ പകർത്തിയിട്ടുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അത് രണ്ടാം ട്രാക്കിലേക്ക് കടക്കുന്നുണ്ട്. ഏതാണ്ട് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരു 15 മിനിറ്റോളം വനപാലക സംഘം RRT സംഘം പടക്കം പൊട്ടിച്ചും വെടിപൊട്ടിച്ചും ഒക്കെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ RRT സംഘം അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ആന ഒന്നാം ട്രാക്ക് കടന്ന് രണ്ടാം ട്രാക്കും കടന്ന് ഉൾവനത്തിലേക്ക് പോകുന്ന മേഖലയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് വീണ്ടും നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. അതും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആനയെ തുരത്താനുള്ള ദൗത്യം ഒരു മേഖലയിൽ നടക്കുന്നു. ഇപ്പോൾ കുങ്കി ആനയെ ഉപയോഗിക്കേണ്ടതില്ല, പടക്കം പൊട്ടിച്ച് തന്നെ കടത്തിവിടാമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഉള്ളത്. പുതുശ്ശേരി പഞ്ചായത്ത് അധികൃതരടക്കം ഈ പ്രദേശത്ത് തുടരുകയാണ്. വിജയകുമാർ. ജനവാസ മേഖലയിൽ തുടരുന്ന ആ കാട്ടാനയെ റെയിൽവേ ട്രാക്ക് കടത്തി രണ്ടാമത്തെ ട്രാക്ക് കൂടി കടത്തി കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ അത് കാട്ടിലേക്ക് പോകാൻ വിമുഖത കാട്ടുന്നു എന്നാണ് ഇതുവരെ വരുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് വനപാലക സംഘം RRT അതിൻ്റെ ദൗത്യം തുടരുകയാണ്.